പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള തർക്കം രൂക്ഷമാകുന്നു. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉന്നം വെച്ചുകൊണ്ട് പല വാദമുഖങ്ങളും ഉയർത്തി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് തിരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചുവിടുന്നത്. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഔദ്യോഗികമായി പരാതി നൽകാത്തത് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചോദ്യം. പരസ്യ പ്രസ്താവനകളിൽ ക്രമക്കേട് ആരോപിക്കുകയോ ആശങ്കകൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടും പരാമർശങ്ങൾക്ക് 2 ദിവസത്തിന് ശേഷവും അദ്ദേഹം ഔദ്യോഗികമായി പരാതി നൽകുകയോ കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നും വിഷയം വളരെ ഗൗരവമുള്ളതാണെങ്കിലും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഞങ്ങളെ കാണാൻ, അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിക്കാത്തത് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. 2024 ഡിസംബർ 24 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കത്ത് അയച്ചതായും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു രേഖയാണിത്. രാഷ്ട്രീയ പാർട്ടികളുമായി ഇടപെടുന്നതിൽ സുതാര്യതയും കൃത്യസമയത്ത് നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ കമ്മീഷന്റെ ഉറച്ച നിലപാട് ഇത് അടിവരയിട്ട് കാണിക്കുന്നതുമാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വോട്ടർമാരെയാണ്. അവരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രതീക്ഷിച്ച് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരം രാഷ്ട്രീയ പാർട്ടി അത് രാഷ്ട്രീയ ഇടത്തിൽ ചെയ്യണം. അതുപോലെ റഫറിയുമായി INC വഴി അടയ്ക്കുന്ന എന്ന ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. കമ്മീഷൻ ഇക്കാര്യങ്ങൾ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് ആ സമയത്തിൽ തോൽക്കുമ്പോഴെല്ലാം തന്നെ INC റഫറിയുമായി പോരാടുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ വോട്ടർമാർ ബുദ്ധിമാന്മാരാണ്. എന്നാൽ ഈ ഉപദേശങ്ങൾ കേൾക്കാൻ എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് സമയം എന്നതാണ് മറ്റൊരു കാര്യം. അദ്ദേഹം സർവ്വസമയവും വിദേശ പര്യടനത്തിലായിരിക്കില്ലേ. മാത്രമല്ല ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന അല്ലെങ്കിൽ വിഷം നിറഞ്ഞ വാക്കുകളാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം പരിഹാസം ഉയർത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വരുന്നത്. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ആരോപണം വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാമെന്നതിന്റെ തെളിവായിരുന്നു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പെന്നും BJP തോൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഒത്തുകളി നടന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലും അത്തരം ഒത്തുകളി നടക്കുന്നുണ്ട് എന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വന്നത്. എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടന്നതെന്ന കണക്കുകൾ അടക്കം രാഹുൽ ഗാന്ധി നിരത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം മുതൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അഴിമതി നടന്നെന്നാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത്. വോട്ടെടുപ്പ് നടന്ന ദിവസവും ക്രമക്കേട് നടന്നുവെന്നും വോട്ടിംഗ് ശതമാനത്തിൽ അസാധാരണമായ വർധനമുണ്ടായി, വോട്ടർ പട്ടികയിലും അവിശ്വസനീയമായ തരത്തിലെ വർധനമുണ്ടായി എന്നും 5 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ എണ്ണം കൂടിയെന്നുമാണ് രാഹുൽ ഗാന്ധി അതിൽ ആരോപിക്കുന്നത്. BJPക്ക് പരാജയമുണ്ടാകുന്ന സാഹചര്യം മറികടക്കാൻ മഹാരാഷ്ട്രയിൽ വലിയ ക്രമക്കേടാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊക്കെ കൂട്ടുനിന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചതിന്റെ ബ്ലൂ പ്രിന്റ് ആയിരുന്നു മഹാരാഷ്ട്രയിൽ കണ്ടതെന്നും ഇത് ബീഹാറിലും ആവർത്തിക്കാൻ പോവുകയാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ലേഖനത്തിൽ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.